പൂരാട നക്ഷത്രം എന്ത് ചെയ്താലും ജയിക്കണം എന്നൊരു മൈൻഡ് സെറ്റാണ് നിങ്ങൾക്കുള്ളത്. തോൽവി സമ്മതിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. എപ്പോഴും നല്ല സ്ട്രോങ് കോൺഫിഡൻസ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. നല്ല അട്രാക്റ്റീവ് പേഴ്സണാലിറ്റിയാണ്. നാച്ചുറലായിട്ട് നിങ്ങൾ കാണാൻ നല്ല ചാമ് ഉള്ളവർ തന്നെയായിരിക്കും. ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നിങ്ങൾക്ക് നല്ല കഴിവ് തന്നെയുണ്ട്. ഇൻഡിപെൻഡൻ്റായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യും. അതായത് എപ്പോഴും സ്വന്തം തീരുമാനം എപ്പോഴും ഉണ്ടാവും. ആരുടെയും കൺട്രോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. ഇമോഷണലാണ്, പക്ഷേ പ്രൗഡ് നേച്ചറാണ്. ഉള്ളിൽ പക്ഷേ സെൻസിറ്റീവാണ്. പുറത്തേക്ക് വലിയ സ്ട്രോങ് ആണ് എന്നൊക്കെ കാണിക്കും. അങ്ങനത്തെ ഉള്ള ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ സെൻസിറ്റീവ് തന്നെയാണ്. നല്ല സോഷ്യൽ ലൈഫാണ് നിങ്ങൾക്ക്. ഫ്രണ്ട് സർക്കിൾ വലുതായിരിക്കും, പക്ഷെ അതിൽ സ്ട്രോങ് അറ്റാച്ച്മെൻ്റ് ഉണ്ടാവില്ല. അവരായിട്ടൊന്നും ഒരു ഗുണവും ഭാവിയിൽ എന്തായാലും ഉണ്ടാവില്ല. പബ്ലിക് ഡീലിങ്ങും നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഫിനാൻഷ്യൽ മൈൻഡ് സെറ്റാണ്. ലക്ഷറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. മണി ഏൺ ചെയ്യാനുള്ള ഒരു അംബീഷൻ നല്ല സ്ട്രോങ് ആണ്. നിങ്ങളുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് ഭയങ്കര ഈഗോ ആണ്. ഓവർ കോൺഫിഡൻസ് ചിലപ്പോൾ പല നഷ്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കാറുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് കരിയർ പരമായിട്ട് വിചാരിച്ച റെക്കഗ്നിഷൻ കിട്ടാത്തതുകൊണ്ട് ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആയിപ്പോയി. വർക്കിൽ പ്രഷറും ഉണ്ടായിരുന്നു, കോമ്പറ്റീഷനും നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. സാമ്പത്തികത്തിൽ എക്സ്ട്രാ എക്സ്പെൻസ് നല്ല കൂടിപ്പോയി. ഈ ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവില്ല ലക്ഷറി കാണിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ വേണ്ടായിരുന്നു എന്ന് ഇപ്പോൾ വാണിച്ച നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. റിലേഷൻഷിപ്പിൽ ഈഗോ ക്ലാഷ് നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പാർട്ട്ണറിന്റെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും നന്നായിട്ടുണ്ടായിരുന്നു. അറ്റൻഷൻ കുറവെന്ന് തോന്നിയിട്ടുണ്ടാവാം. പാർട്ട്ണറുടെ ഭാഗത്തു നിന്ന് ഒരു അറ്റൻഷൻ കുറവ് നിങ്ങൾക്ക് എന്തായാലും തോന്നിയിട്ടുണ്ടാവാം. നിങ്ങളുടെ മൈൻഡ് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു ഫെബ്രുവരിയിൽ ഉണ്ടായിരുന്നത്. എന്നെ ആരും വാല്യൂ ചെയ്യുന്നില്ല എന്ന ഫീലിങ്സ് നിങ്ങൾക്ക് എന്തായാലും ഫെബ്രുവരിയിൽ ഉണ്ടായിട്ടുണ്ടാവും. മാർച്ച് മാസത്തിൽ കരിയർ പരമായിട്ട് മാർച്ച് ആദ്യത്തെ ഒരു 15 ദിവസം ഒരു നോർമൽ തന്നെയായിരിക്കും. സാധാ ഡേ ബൈ ഡേ റൊട്ടീൻ തന്നെയായിരിക്കും നടക്കുന്നുണ്ടാവുക. വർക്കിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇങ്ങനെ കൂടിയും കുറഞ്ഞും കൊണ്ട് തന്നെ ഇരിക്കും. മാർച്ച് ഒരു 15-ന് ശേഷമാണ് ഒന്ന് റെക്കഗ്നിഷന് ചാൻസ് ഉണ്ടാവുക. പുതിയ ഓപ്പർച്യൂണിറ്റി എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ജോലി ഇല്ലാത്തവർക്ക് കിട്ടാനും സാധ്യതയുണ്ട്, ഉള്ളത് പോവാനും സാധ്യതയുണ്ട്. ലീഡർഷിപ്പ് റോള് ലഭിക്കാനും സാധ്യതയുണ്ട്. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ മാർച്ച് 18-ന് ശേഷം മാത്രം എടുക്കുക. അതുവരെ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ബിസിനസ്സിൽ മാർക്കറ്റിംഗ്, പബ്ലിക് ഡീലിംഗ് ബെനിഫിറ്റ് ഒക്കെ നിങ്ങൾക്ക് എന്തായാലും ഗുണം ചെയ്യും. പുതിയ ക്ലയന്റ് മാസ അവസാനം വരാൻ സാധ്യതയുണ്ട്. ബിസിനസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പ്ലാനിങ് ഉണ്ടെങ്കിൽ അതെന്തായാലും മാർച്ച് പകുതിക്ക് ശേഷം മതി. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 15 ദിവസം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യണം. കാരണം നിങ്ങൾക്ക് വേറൊരു എക്സ്പെൻസ് വരും. അതിന് നിങ്ങൾക്ക് പൈസ കൂടിയേ തീരുള്ളൂ. മാർച്ച് 20-ന് ശേഷം കുറച്ച് ഇൻകം ഇംപ്രൂവ്മെന്റ് തന്നെയാണ്, പക്ഷെ ഉള്ളത് കളയാൻ പാടില്ല. കടം കിട്ടിയിട്ടില്ലെങ്കിൽ അത് ചോദിക്കാൻ മടിക്കേണ്ട, കാരണം അത് കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് ചോദിച്ച് വാങ്ങുന്നതായിരിക്കും നല്ലത്. സേവിങ്സ് തുടങ്ങാനും നല്ല സമയം തന്നെയാണ്. വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാർച്ച് അവസാനത്തേക്ക് മാറ്റി വെക്കുക. റിലേഷൻഷിപ്പിൽ ഈഗോ ഇഷ്യൂസ് ആണ് മെയിനായിട്ട് പ്രശ്നം ഉണ്ടാവുക. അതൊന്ന് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കമ്മ്യൂണിക്കേഷൻ ശ്രദ്ധിക്കുക. അവരെന്താ പറയുന്നത് കേട്ടിരിക്കാൻ ശ്രമിക്കുക. അതാണ് നിങ്ങൾക്കിപ്പോൾ ബെറ്റർ ഓപ്ഷൻ. സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ അട്രാക്ഷനും ബോണ്ടിങ്ങും കുറച്ച് കൂടും. എന്തായാലും റൊമാൻറ്റിക് ഫേസ് തന്നെയായിരിക്കും. സിംഗിൾ ആയവർക്ക് പുതിയ പ്രണയമൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഒരു പ്രപ്പോസൽ ചാൻസ് വരും. നിങ്ങളുടെ സർക്കിളിൽ തന്നെ ആയിരിക്കും അത് വരിക. അത് മുന്നോട്ട് പോവേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനം പോലെ ആയിരിക്കും. പക്ഷേ എടുത്തു ചാടിയിട്ട് ഒരു മറുപടി ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഫാമിലി നോക്കുകയാണെങ്കിൽ ഫാമിലിന്റെ സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് നല്ല കൂടുതലായിട്ട് തന്നെ കിട്ടും. മാസം അവസാനം ഒരു സെലിബ്രേഷനോ അല്ലെങ്കിൽ ഗുഡ് ന്യൂസ് ഒക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഹെൽത്ത് പരമായിട്ട് നോക്കുകയാണെങ്കിൽ സ്ട്രെസ് ഉണ്ട്, ഹോർമോണിന്റെ പ്രോബ്ലംസ് നന്നായിട്ട് കാണുന്നുണ്ട്. വെയിറ്റിന്റെ കാര്യത്തിലും കുറച്ച് ശ്രദ്ധിക്കുക. മധുരം ഉപയോഗിക്കുന്നത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുക.